മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാരണം വേദനിക്കുന്ന ഹൃദയം എല്ലാവർക്കുമുണ്ട്. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കില്ല. വീട്ടിലെ രഹസ്യങ്ങൾ, ധനനഷ്ടത്തിൻ്റെ കണക്കുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇവയെല്ലാം മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു. ജീവിതം പൊരുതി ജയിക്കാനുള്ളതാണ്, അല്ലാതെ പരാജയങ്ങളിൽ തളർന്ന് തോറ്റു പിന്മാറാനുള്ളതല്ല. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ചു. വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഒരാൾ എറിഞ്ഞു തരുന്ന ഭിക്ഷയാകരുത് സ്നേഹം. മനസ്സും മനസ്സും ചേരേണ്ടിടത്ത് ഒരാൾ മാത്രം യാചകനായി മാറിയാൽ തിരികെ നടക്കേണ്ട സമയവും വൈകിപ്പോയിട്ടുണ്ടാകും. ഭക്തരെ, ജീവിതത്തിൽ ആരുടെയും നന്മകൾ പാഴാവില്ല. അത് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തും. കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതം മറന്നുപോയ ഒരുപാട് പേരുണ്ട്. ഈ ത്യാഗം സൗകര്യപൂർവ്വം മറക്കാനാണ് പലർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടി വേണ്ടി ജീവിക്കാൻ സമയം കണ്ടെത്തുക. ഭക്തരെ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുറവുകളിലേക്ക് മാത്രം നോക്കാതെ നന്മകൾ കൂടി മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ജീവിതം ആനന്ദകരമാകുന്നത്. ഒന്നിനും നിങ്ങളുടെ മനസ്സമാധാനത്തെ കെടുത്താൻ കഴിയാത്ത വിധം ശക്തനായിരിക്കുമെന്ന് ശപഥം ചെയ്യുക. കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. കടപ്പാടും കഷ്ടപ്പാടും തീർന്നിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ജീവിക്കാൻ മറന്നുപോകും. ഭക്തരെ, എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകളുണ്ട്. ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ, മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ. ഏത് കാര്യവും ക്ഷമയോടെ പരിശ്രമിച്ചാൽ അതിന് തീർച്ചയായും ഫലം ലഭിക്കും. നിങ്ങൾ ഒരുപാട് ബഹുമാനവും സ്നേഹവും ചില ബന്ധങ്ങൾക്ക് കൊടുക്കും. ആ ബന്ധങ്ങളാണ് പലപ്പോഴും കൂടുതൽ വേദന നിങ്ങൾക്ക് നൽകുന്നത്. ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല. ഭക്തരെ, നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല. നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള ധൈര്യം കാണിക്കുന്നിടത്താണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നിനും കണക്കു ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല. ഭക്തരെ, ആഗ്രഹിച്ചവർക്ക് കിട്ടാത്തതും എന്നാൽ കിട്ടിയവർക്ക് വിലയില്ലാത്തതുമായ ഒന്നാണ് സ്നേഹം. ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് എല്ലാവരും എപ്പോഴും കൂടെയുണ്ടാവില്ല എന്നതാണ്. ഭക്തരെ, സ്വയം വില കളയുന്നതിനേക്കാൾ നല്ലതാണ് ഇത്തിരി വേദനിച്ചാലും നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് മാറിക്കൊടുക്കുന്നത്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കൂടി തോന്നണം താൻ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന്. വാക്കുകളെ വിശ്വസിക്കാതെ പ്രവൃത്തിയിൽ വിശ്വസിക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.